Hello, welcome to Earnest Academy. Kerala Water Authority Assistant Engineer exam കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ കാര്യമായി പ്രിപ്പയർ ചെയ്ത ഏറ്റവും കൂടുതൽ വേക്കൻസികളോടെ വന്ന ഒരു എക്സാം തന്നെയായിരുന്നു കേരള വാട്ടർ അതോറിറ്റി. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം KWAE കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ സിവിൽ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ ഇനിയിപ്പോൾ ഒരു ഡൗട്ടാണല്ലേ, ഇനി ഏത് നെക്സ്റ്റ്, വാട്ട്സ് നെക്സ്റ്റ്? അപ്പം നിങ്ങൾക്ക് അതിനൊരു ഗൈഡൻസ് തരാനായിട്ടാണ് ഇനി നമ്മൾ ഏത് എക്സാമിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ഗൈഡൻസ് തരാൻ വേണ്ടിയും അപ്കമിങ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനുള്ള പുതിയ എക്സാമുകളെ പറ്റി, കേരള PSCയുടെ തന്നെ പുതിയ എക്സാമുകളെ പറ്റിയൊക്കെയുള്ളൊരു ചെറിയൊരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അല്ലേ, KWAE എന്ന് പറയുമ്പോൾ നമ്മൾ 3 ടോപ്പിക്കായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്. സിവിൽ പഠിക്കണമായിരുന്നു, മെക്കാനിക്കൽ പഠിക്കണമായിരുന്നു, കെമിക്കൽ പഠിക്കണമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ ഉടൻ തന്നെ അപ്പം നിങ്ങളിൽ സിവിലായിട്ടുള്ള പലരും മെക്കാനിക്കലിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ KWAE ആയിട്ട്. അപ്പോൾ ആ പഠിച്ചതൊന്നും വെറുതെ ആകാൻ പോകുന്നില്ല. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമുക്കിനി അപ്കമിങ് ആയിട്ട് കുറച്ച് എക്സാംസ് കൂടി വരുന്നുണ്ട്, സിവിൽ പ്ലസ് മെക്കാനിക്കൽ ടോപ്പിക്കുകൾ വരുന്നത്. അപ്പോൾ സിവിൽ പഠിച്ച മെക്കാനിക്കലുകാർക്കും മെക്കാനിക്കൽ പഠിച്ച സിവിലുകാർക്കും ആ എക്സാമുകൾക്ക് നിങ്ങളുടെ KWAE പ്രിപ്പറേഷൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ഏതൊക്കെ എക്സാമുകളാണ് എന്ന് നോക്കിയാൽ നമുക്കൊന്ന് പ്രധാനമായിട്ട് വരാൻ പോകുന്ന ഒന്നാണ് വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 481/2021 ആണ്. ഞാൻ ഈ കാറ്റഗറി നമ്പർ എല്ലാ പോസ്റ്റുകളുടെയും കൂടി ഇട്ടേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സാം ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ PSC ലോഗിൻ ചെയ്തിട്ട് മൈ ആപ്ലിക്കേഷനിൽ പോയി നോക്കിയാൽ കാറ്റഗറി നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നോക്കുക. ഫസ്റ്റ് വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ആണ്. ഇപ്പോൾ 23 വേക്കൻസി ആണ് വിളിച്ചേക്കുന്നത്. ഡിപ്ലോമ ആയിരുന്നു ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിപ്ലോമയും BTech MTech ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ തന്നെ ആയതുകൊണ്ട് ഈ പ്രിപ്പറേഷൻ കൊണ്ട് ഏറ്റവും KWAE പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഗ്രേഡ് 1 തന്നെ ആയിരിക്കും. ഇനി വരുന്നത് നമ്മുടെ വേറൊരു സുവർണ അവസരമായിട്ട് നമ്മുടെ മുന്നിൽ വന്ന എക്സാമാണ് 2022 വിളിച്ച കാറ്റഗറി നമ്പർ 403 KSEB സബ് എഞ്ചിനീയർ. ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു പോസ്റ്റ് വിളിച്ചത്. സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിപ്ലോമ ലെവലിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കിയതിടത്തോളം ഒരു ഡ്രോയിങ്ങിൻ്റെ ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ആകുമ്പോൾ ഗ്രേഡ് 1 പൊതുവേ ഡ്രോയിങ് വരാത്തതാണെങ്കിലും KSEB സബ് എഞ്ചിനീയർ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കൂടി ഒന്ന് നോക്കിയിരിക്കണം. എങ്കിലും 15 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വരുന്ന ഡിപ്ലോമ ക്വാളിഫിക്കേഷനിൽ വരുന്ന മറ്റൊരു സിവിൽ പ്ലസ് മെക്കിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാമാണ് ഓവർസിയർ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. 068/2021 ആണ് കാറ്റഗറി നമ്പർ. ഇപ്പോൾ ഒരു വേക്കൻസിയാണ്. ഇത് അധികം വേക്കൻസികൾ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം 6 to 9 അതിനിടയ്ക്ക് എങ്ങാണ്ട് മാത്രമാണ് അഡ്വൈസ് പോയേക്കുന്നത്. സോ നിങ്ങൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഡിപ്ലോമ ഓവർസിയർ ഗ്രേഡ് ലെവൽ അല്ലെങ്കിൽ സിവിൽ പ്ലസ് മെക്കിൻ്റെ ഈ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 KSEB സബ് എഞ്ചിനീയറും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതി പോകാവുന്ന ഒരു എക്സാം മാത്രമാണ് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ഓവർസിയർ പോസ്റ്റ്. ഇനി വരുന്ന ഒരെണ്ണമുണ്ട് വർക്ക് സൂപ്രണ്ട് ആണ്. സോയിൽ ആൻഡ് സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 270/2022 ആണ്. ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് വിളിച്ച എക്സാം ആണ്. ഒരു വേക്കൻസിയാണ്. നമ്മുടെ ITI ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. ഇത് നമുക്ക് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഈ കാറ്റഗറി നമ്പറിൽ. ഇത് ശരിക്കും കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എഴുതിയവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോയൊരു എക്സാമാണ്. അന്ന് കുറേ അധികം ജില്ലകളിൽ വർക്ക് സൂപ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ, കോട്ടയം, ഐ തിങ്ക് കണ്ണൂർ, അങ്ങനെ ഏതൊക്കെയോ കുറച്ച് തിരുവനന്തപുരം, അങ്ങനെ കുറച്ച് ജില്ലകളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പത്തനംതിട്ട ജില്ല വിളിച്ചില്ല, അതുകൊണ്ട് വിളിച്ചതാണ്. മോസ്റ്റ് പ്രോബബ്ലി ഏതെങ്കിലും ഒരു ഓവർസിയർ ഗ്രേഡ് 3യുടെ കൂട്ടത്തിൽ ഇതങ്ങ് നടത്തി പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഗ്രേഡ് 3 പഠിക്കുന്ന ആ ഒരു സിലബസിൽ പഠിച്ചുകൊണ്ടാൽ മതി. അന്ന് വാട്ടർ അതോറിറ്റിയുടെ കൂടാണ്. അപ്പം ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, സിവിൽ പ്ലസ് മെക്ക ആയതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ കൂടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം എയ്തർ ഒന്നുകിൽ ഇനി അടുത്ത വാട്ടർ അതോറിറ്റി വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒറ്റയ്ക്ക് നടത്താൻ ചാൻസ് ഉണ്ട്. അപ്പം വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3യുടെ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും, സിലബസ് ഒക്കെ ആയിരിക്കും വർക്ക് സൂപ്പറിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ. സിവിലിനും മെക്കിനും അപ്ലൈ ചെയ്യാൻ പറ്റിയതായിരുന്നു. ഈ പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും.
കൺഫർമേഷൻ വന്നിട്ടുണ്ട്. മാർച്ച് 4-നാണ് എക്സാം. അപ്പോൾ ഇനിയുള്ള 3 മാസം നിങ്ങൾക്ക് 3 മാസം ഇല്ലല്ലേ, ജാനുവരി ഫെബ്രുവരി 2 മാസമാണ്. അപ്പോൾ ഈ 2 മാസം നിങ്ങൾ കാര്യമായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എഴുതി എടുക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പോൾ 5 വേക്കൻസി ഉണ്ട്. ഈ പ്ലംബർ ട്രേഡ് അത്യാവശ്യം എല്ലാ ITIകളിലും ഉള്ള ഒരു ട്രേഡാണ്. അതുകൊണ്ട് തന്നെ വേക്കൻസി കൂടാൻ ചാൻസ് ഉണ്ട്. പ്ലസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ലൈക്ക് 20,000-ഓ 22,000-ഓ എങ്ങാണ്ട് ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വാട്ടർ അതോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 50,000 പേരായിരുന്നു വാട്ടർ അതോറിറ്റി അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ 40,000 പേരോളം കൺഫർമേഷൻ കൊടുക്കുകയും ചെയ്തു. നമുക്കിപ്പോൾ പ്ലംബറിന് കൺഫർമേഷൻ കൊടുത്തിട്ട് ഫൈനലൈസ്ഡ് വന്നിട്ടില്ല എങ്കിലും ഒരു 22,000-ഓളം പേര് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൂടി. സോ ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് നൗ നെക്സ്റ്റ് പെട്ടെന്ന് ആലോചിച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ശ്രമിക്കേണ്ട, നിങ്ങൾ അവസരം കളയാണ്ട് ശ്രമിക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ. അതിൻ്റെ കാര്യമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് എക്സാം കൺഫർമേഷൻ ആയതുകൊണ്ട് മാത്രം കൊടുത്തേക്കാണ്. 5 വേക്കൻസിയാണ്. ലാസ്റ്റ് ടൈം 61 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 2019 മാർച്ച് 6-നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ 2020, 21, 22 ഇനി അങ്ങോട്ടുള്ള ഈ ലിസ്റ്റ് വന്നിട്ടുള്ള 3 വർഷം ഇത്രയും കാലത്തെ വേക്കൻസികൾ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്നായിരിക്കും ഫില്ലപ്പ് ആവുക. 22,461 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എക്സാം ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മാർച്ച് 4-ആണ്. ഡിപ്ലോമയായിരുന്നു ക്വാളിഫിക്കേഷൻ. ഇനി നമുക്ക് സിവിൽ സ്റ്റുഡൻസിന് മാത്രം, അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, സിവിൽ പ്ലസ് മെക്കാണല്ലേ. ഇനി സിവിൽ സ്റ്റുഡൻസിന് മാത്രമായി ഏതൊക്കെ എക്സാമുകളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് BTech അല്ലെങ്കിൽ MTech ക്വാളിഫിക്കേഷൻ. MTech ക്വാളിഫിക്കേഷൻ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ BTech ക്വാളിഫിക്കേഷൻ ഉള്ളത്, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളത്, ITI ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഇതിൽ ശരിക്കും ITI ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളതാകുമ്പം നമുക്കറിയാമല്ലോ ഇന്നത്തെ അവസ്ഥ കേരള PSCയുടെ വെച്ചിട്ട് നമുക്ക് ഹയർ ഓർ ഇക്വലന്റിൽ കൊടുത്ത് ഡിപ്ലോമക്കാർക്കും BTechകാർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളാണ്. പക്ഷെ എന്താണ്, സിലബസ് വ്യത്യാസം ഉണ്ടല്ലേ. സിലബസ് ഗ്രേഡ് 3യുടെ സിലബസിലായിരിക്കത്തില്ല ഗ്രേഡ് 1 ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ. ആ സിലബസും അല്ല ഡിഗ്രി വരുമ്പോൾ. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എനിവേ നമുക്ക് നോക്കാം BTech ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ വരുന്ന ഏതൊക്കെയാണ് സിവിൽ എഞ്ചിനീയേഴ്സിന്. ഫസ്റ്റ് നമ്മുടെ പോളിടെക്നിക് ലെക്ചറാണ് 403/2022. തൽക്കാലം വേക്കൻസി 2 എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട് ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 514/2022 വേക്കൻസി 1 എണ്ണമാണ്. ദെൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഉണ്ട്, 1 വേക്കൻസി. അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇറിഗേഷൻ വന്നിട്ടുണ്ട്, ആന്റിസിപ്പേറ്റഡ് ആണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വിളിച്ചേക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വന്നേക്കുന്നതാണ് PWD 660 ഇറിഗേഷൻ 662/2022. 2 കാറ്റഗറി നമ്പർ ആയിട്ടാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നിരിക്കുന്നത്. ഇതിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞതിന്റെ കാര്യം, ആക്ച്വലി ഇതിന്റെ ലിസ്റ്റുകൾ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റുകളാണ്. ലൈക്ക് ഏപ്രിൽ 2021 ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 2024 വരെ ഏപ്രിൽ വരെ എങ്ങാണ്ട് ഈ ലിസ്റ്റ് ലിസ്റ്റ് നിലവിലുള്ള ലിസ്റ്റുകളാണ്. അതിൽ നിന്ന് ഓൾറെഡി തന്നെ ഒരു I think 105 വേക്കൻസിയോ അത്രയെങ്ങാണ്ടാണ് ഫില്ലപ്പ് ആയിട്ടുള്ളത്, അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC നേരത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് ആ ലിസ്റ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറയുന്നത്. കാരണം ആ ലിസ്റ്റിൻ്റെ കാലാവധി തീരും വരെയും ആ ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും അഡ്വൈസുകൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അഡ്വൈസുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ളത്. പക്ഷേ PSC ആ ഒരു ടൈംലി ആയിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ളതാണ്. ദെൻ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ നല്ല രീതിയിൽ വേക്കൻസി വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. വളരെ ഏറ്റവും സോർട്ട് ആഫ്റ്റർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇറിഗേഷൻ PWD ഒക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അതുകൊണ്ട് കാര്യമായി തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ വരുന്നുണ്ട് 5 വേക്കൻസി ആയിട്ട് 550/2021. ഇനി വരുന്നത് അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ ആണ് KLDCയിൽ 556/2021, 3 വേക്കൻസിയാണുള്ളത്. ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ സിവിൽ വരുന്നുണ്ട് 722/2021, 4 വേക്കൻസി. MTech ആണ് ക്വാളിഫിക്കേഷൻ. ഇപ്പം ഇത്രയും പരീക്ഷകൾ ഓൾറെഡി വിളിച്ചതും ഇപ്പം അപ്ലൈ ചെയ്യാനുള്ളതുമായിട്ടുണ്ട് നിങ്ങൾക്ക് BTech ലെവലിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ദെൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് ഡിപ്ലോമ ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഏതൊക്കെ വരുന്നു നോക്കാം. ഒന്ന് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് ഹൈഡ്രോഗ്രാഫിക് സർവേവിംഗിൽ 520/2022, 3 വേക്കൻസി ആയിട്ട്. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ യൂണിവേഴ്സിറ്റി ഇൻ കേരളയിലാണ് 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്, ഡെമോൺസ്ട്രേറ്റർ ഒക്കെ ആയിട്ട് വർഷങ്ങൾക്ക് ശേഷം വിളിച്ചൊരു പോസ്റ്റാണ്, 36 വേക്കൻസീസ് ഉണ്ട്. ദെൻ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഉണ്ട്, ഹൈഡ്രോഗ്രാഫിക് സർവേവിംഗ് അല്ലെങ്കിൽ പോർട്ടിൽ 1 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്.
ഓവർസിയർ ഗ്രേഡ് 2 കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 5 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ 7 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ 3 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 KSDC നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീസിൽ 1 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 6 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിലും 6 വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം പോസ്റ്റുകളാണ് ഡിപ്ലോമ ലെവലിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി നമ്മൾ ITIയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം അധികം പോസ്റ്റുകൾ വരുന്നില്ല. ഒന്ന് നമുക്കുള്ളത് ഒരു ട്രേസറാണ്, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൽ 6 വേക്കൻസിയാണ്. ദെൻ വരുന്നത് നമ്മുടെ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ ഗ്രേഡ് 3 ആണ്. PWD ഇറിഗേഷൻ. ഇതും ആൻറ്റിസിപ്പേറ്റഡ് ആണ്, കാരണം 2024 വരെ നമുക്ക് ഓൾറെഡി ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ 2021 ആ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2024 കഴിഞ്ഞിട്ട് വരുന്ന വേക്കൻസികളായിരിക്കും പുതിയ ലിസ്റ്റിൽ നിന്ന് വരുന്നത്. ITI ക്വാളിഫിക്കേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ ഇതൊക്കെയാണ്. ഇനി ഇപ്പോൾ ഓൾറെഡി കുറേ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാലാവധി തീരുന്നതിനനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ ITI ക്വാളിഫിക്കേഷനിൽ വരുന്ന പുതിയ എക്സാമുകളൊക്കെ. അപ്പം തൽക്കാലം എനിക്ക് തോന്നുന്നു അഡ്വാൻറ്റേജസ് ആയിട്ട് നോക്കിയാൽ ഡിപ്ലോമ ഓർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഡിപ്ലോമ ഏതർ ഡിഗ്രി നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ സിവിൽ സ്റ്റുഡൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള പോസ്റ്റുകൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാവുന്ന കാര്യം. ഇത് കൂടാണ്ട് ഹാർബറിലും ദേവസ്വം ബോർഡിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന് ഇനി വിളിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ഏത് പഠിക്കണം അല്ലേ? നമുക്ക് BTech വരുന്നുണ്ട്, ഡിപ്ലോമ വരുന്നുണ്ട്, ITI ക്വാളിഫിക്കേഷൻ. ഇതിൽ മൂന്നിലും കുറെ അധികം പോസ്റ്റുകൾ, ഏകദേശം ഒരു 20-25ഓളം പോസ്റ്റുകൾ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ. അപ്പൊ ഇതിൽ ഏത് പോസ്റ്റ് പഠിക്കണം എന്നൊരു ഡൗട്ട് പലർക്കും വരാം. അപ്പൊ ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ലെവൽ എവിടെയാണ് നിൽക്കുന്നതെന്നാണ്. BTech ലെവലിലാണെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും പ്രോബ്ലമാറ്റിക് ആയിട്ടുമുള്ള പേപ്പറുകളാണ്, ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, എല്ലാം AWAക്ക് ഉൾപ്പെടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ, കുറച്ച് ടഫ്നെസ് ലെവൽ ഡിഫിക്കൽട്ടി കൂടുതലാണ്. കറസ്പോണ്ടിംഗ്ലി എന്തായിരിക്കും, കോമ്പറ്റീറ്റേഴ്സ് കുറവായിരിക്കും, പക്ഷേ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് കൂടുതലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ എഫേർട്ട് ഇടാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ BTech ലെവലിലുള്ള എക്സാംസിന് പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ പോളിടെക്നിക് ലെക്ചറർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ കിട്ടുന്ന നമുക്ക് ആ ഒരു റെപ്യൂട്ടേഷനൂടെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയാലും BTech ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള ടൈം വേണം, ആ കൺസിസ്റ്റൻസി വേണം, നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വേണം നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ടഫ് ആയിരിക്കും. നമ്മളെ ITIയിൽ ഓവർസിയർ ഗ്രേഡ് 3 ഗ്രേഡ് 1 ഒന്നും എഴുതുന്നത് പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടി ടഫ് ആയിരിക്കും ഒരു AE എക്സാം ഒക്കെ ആവുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ എടുക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് BTech ലെവലിലുള്ള എക്സാംസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരല്ലേ എന്ത് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ആലോചിച്ചാൽ പറയാവുന്നത് പോളിടെക്നിക് ലെക്ചർ വരുന്നുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എക്സാമുകൾ വരുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിലബസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പോളിടെക്നിക് ലെക്ചർ പഠിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സിവിലിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള സബ്ജക്റ്റുകൾ എല്ലാത്തിനും കോമൺ ആയിട്ടായിരിക്കും വരുന്നത്, അത് നിങ്ങൾ കവർ ചെയ്യുക. എനിക്ക് തോന്നുന്നു പോളിടെക്നിക് ലെക്ചറിന് മാത്സും ബേസിക്സ് ചിലപ്പം അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അതേസമയം ചില വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർക്കാണെങ്കിൽ അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ വേണ്ടി വരുന്നില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകുമ്പോൾ ചില ടോപ്പിക്കുകൾ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് കൂടാൻ, വെയിറ്റേജ് കൂടാൻ അല്ലേ, അങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് എക്സാം വരുമ്പോൾ, എക്സാമിന്റെ സിലബസ് വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് അപ്പോൾ പ്രിപ്പറേഷൻ ബെറ്റർ ആക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പോളിടെക്നിക് ലെക്ചർ അല്ലെങ്കിൽ AE ലെവലിലുള്ള നിങ്ങളുടെ കോർ സബ്ജക്റ്റുകൾ ആ ലെവലിൽ പഠിക്കുക. അത്തരത്തിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കൺസെപ്റ്റ് ക്ലിയർ ആക്കി അത്തരത്തിൽ പഠിച്ചു പോവുക. ദെൻ എക്സാം വരുന്നതനുസരിച്ച് സിലബസ് അനുസരിച്ച് പ്രയോറിറ്റി നമുക്ക് കൊടുക്കാം, ഓരോ എക്സാമിനും ഓറിയന്റഡ് ആയിട്ട് കൊടുത്തു പോകാം. അപ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ ആ ബേസ് എല്ലാം കവർ ചെയ്യുക, നിങ്ങളുടെ സബ്ജക്ട് നോളജ് വർദ്ധിപ്പിക്കുക, നിങ്ങൾക്ക് കണക്ക് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് കണക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ സ്പീഡ് വർദ്ധിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഒരു ലോങ് ടേം സ്റ്റഡിക്ക് വേണ്ടിയുള്ള ഒരു ടൈമാണിത്. ദെൻ ഡിപ്ലോമയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഡിപ്ലോമ നിങ്ങൾക്ക് 2 രീതിയിൽ പോകാം. ഒന്നെങ്കിൽ നമുക്ക് KSEB സബ് എഞ്ചിനീയർ, KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പോലെ സിവിൽ പ്ലസ് മെക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാം. അല്ല എങ്കിൽ
നമ്മുടെ സിവിലിൻ്റെ മാത്രമായിട്ടുള്ള ഡിപ്ലോമ ലെവലിൽ വരുന്ന എക്സാമുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇതിൽ ഏത് തന്നെ വേണമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറൊക്കെ ഡിപ്ലോമ ലെവലിൽ വരുന്ന എക്സാമുകളാണ്. പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഗ്രേഡ് 1 ലെവലിൽ ഓവർസിയർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ കുറേ അധികം പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവയ്ക്ക് ഡിപ്ലോമ ലെവലിൽ കോർ സബ്ജക്റ്റുകൾ കാര്യമായി പഠിക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ കുറവായിരിക്കും, കുറച്ചുകൂടെ വൺ വേർഡ് സൊല്യൂഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അവിടെയും നമ്മൾ സബ്ജക്റ്റുകൾ ക്ലിയർ ആക്കി വെക്കുക. നിങ്ങളപ്പം ഇത് മെയിൻ കോർ സബ്ജക്റ്റുകളെല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് എക്സാം ആണോ ആദ്യം വരുന്നത് ആ രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ITIയിൽ നമുക്ക് ഗ്രേഡ് 3യും നമ്മുടെ ഏതായിരുന്നു ഒരു ട്രേസർ എക്സാമും മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ 2 എക്സാമുകൾ ശരിക്കും ഡിപ്ലോമ ലെവലിലോ ബിടെക് ലെവലിലോ ഏത് ലെവലിൽ ബിടെക്കിനെക്കാട്ടി കുറച്ചുകൂടി ഡിപ്ലോമ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ സൈഡിൽ കൂടി എക്സാം വരുന്ന സമയത്ത് എക്സ്ട്രാ പോർഷൻസ് മാത്രം നോക്കിയാൽ മതിയാകും. അപ്പോൾ അതിനായിട്ട് മാത്രം നിങ്ങൾ ടൈം കളയാൻ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അതേ ചെയ്യാനൊക്കത്തുള്ളൂ. ബാക്കി എല്ലാവരോടും ഞാനത് പറയുന്നില്ല. നിങ്ങൾ ഏതർ ഡിപ്ലോമ ഓർ ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് ITI ടോപ്പിക്കുകളൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ എക്സാംസിനുള്ള പ്രിപ്പറേഷൻ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമുക്ക് എക്സാം വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം 3 മാസം കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വരാനിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലേ കുറേ അധികം പോസ്റ്റുകൾ വരുന്നുണ്ട്. കൺഫർമേഷൻ വന്ന് കിടക്കുന്നത് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ, പ്ലംബർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിഗ്രി ലെവലിലൊക്കെ ആകുമ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും. അതുപോലെ സിവിൽ പ്ലസ് മെക്ക് സബ്ജക്റ്റുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചൂസ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എക്സാമുകൾ ഇല്ല എന്ന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ മടിപിടിച്ചിരുന്നാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ ഉള്ളവർ അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവർ ഒരിക്കലും മടിപിടിച്ചിരിക്കുകയായിരിക്കത്തില്ല. അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ലോങ് ടേം ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ മടിപിടിച്ചിരിക്കുന്ന ഓരോ സമയവും മറ്റുള്ളവർ ജയിക്കാൻ ഒരു പോയിന്റ് കണ്ടെത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കൊടുക്കാണ്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. കൃത്യമായി ഡിപ്ലോമ ലെവലാണോ ഡിഗ്രി ലെവലാണോ ഏത് ലെവലിലാണോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓരോരുത്തരും സ്വയം ചിന്തിച്ച് കണ്ടെത്തുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് ഏതാണെന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുക. എന്നിട്ട് അതിനു വേണ്ടി കാര്യമായിട്ട് തന്നെ പ്രയത്നിക്കുക. നന്നായി പ്രിപ്പയർ ചെയ്യുക. വരാനിരിക്കുന്ന സിവിൽ എക്സാമുകൾ നിങ്ങളുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളായിട്ട് നിങ്ങൾ മാറ്റണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.